വളരെയധികം പഴയ സുഹൃത്താണ് ജോർജ്. ജോർജ് ഒരു ദിവസം എനിക്കാണ് ഇതിനായിട്ട് വന്ന് ഒരു മധുരമൊക്കെ കൊണ്ടുവന്നു കേക്കൊക്കെ മുറിച്ചിട്ടാണ് എൻ്റെ കലാകാരനെയാണ് അതിന് സെലക്ട് ചെയ്തിരുന്നത്. അന്ന് പറഞ്ഞ ഒരു തീയതിയാണ്. എന്തായാലും മഹത് വ്യക്തിയുള്ള സാന്നിധ്യത്തിൽ എനിക്കിവിടെ കോച്ച് സാറ് അത് തന്നതും എനിക്കാണ് ഞാൻ പറഞ്ഞ ഈശ്വറിന്റെ എക്സിബിഷൻ ചിത്ര ആർട്ട് ഗാലറിയിലാണ് എറണാകുളത്തെ ചിത്രത്തിൽ നടത്തിയിരുന്നു. മിക്കവാറും എനിക്കാണ് ആ സമയത്ത് മുഴുവൻ ചിത്രങ്ങൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലെ പ്രചോദന വിധേയമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്കിപ്പോഴാണ്. അത് നല്ലൊരു കാര്യമാണ്. എനിക്കാണ് ദീപ ആ സമയത്ത് ഉണ്ടായിരുന്നു ഒരു എക്സിബിഷന്റെ സമയത്ത്. അത് ഈശ്വരും ഈശ്വരന്റെ ഭാര്യയും വരയ്ക്കും പോലെ. പക്ഷെ ഇതെല്ലാം ഒരു സായന ചിത്രങ്ങളാണ്. പുൽമേടുകളിൽ വൈകിട്ടുണ്ടാകുന്ന ഒരു ലൈറ്റിംഗ് ആണ് അതിന്റെ മേന്മ. അത് കഴിഞ്ഞിട്ട് പല ബാങ്കുകളിൽ ഞാൻ ചെന്നപ്പോഴും ചിത്രമുണ്ട്. അത് ഇതുപോലെ ഇവരുടെ ഒരു എടുക്കൊണ്ട് തന്നെ നടന്നിരിക്കുന്നതാണ്. ആ സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഇനി ഇങ്ങനെ ഒരു ഈ ദിവസം അധ്യാപക ദിനം കൂടിയാണ്. അതും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഗുരുക്കന്മാരാണ്. എനിക്ക് നല്ല ഗുരുക്കന്മാരെ കിട്ടി. മാഷ കർണാര മാഷ, നമ്പൂരി മാഷൊക്കെ പല സന്ദർഭത്തിലായിട്ട് ഒരു ഗാനായി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ ഒരു പറക്കലിന്റെ പിന്നാലെ ഉള്ളൊരു പറക്കാൻ ശ്രമമായിരുന്നു എൻ്റെ. ദൈവാധീനം കൊണ്ടോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടോ ഇക്കാലം അത്രയും ചെയ്യാൻ പറ്റി. ഞാൻ ഇതുപോലെ തന്നെ ഒരു ചെറിയ സ്പേസാണ് എനിക്കുള്ളത്. ജോർജ് ഇങ്ങനെ മാറ്റിവെച്ച ഒരു സ്പേസ് കലാകാരന്മാർക്കുള്ളൊരു അനുഗ്രഹമാണ്. അത് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അംഗീകാരങ്ങൾ എപ്പോഴും നമുക്ക് ഒരു പ്രചോദനമാണ്. ഞാൻ അതൊരു എൻ്റെ ഭാവിയിലുള്ള പ്രവർത്തനത്തിന് പ്രചോദനത്തിൽ കൂട്ടുപിടിക്കുന്നു. നന്ദി, നമസ്കാരം.